ഇന്ത്യ പ്രതികാരം തീർത്തിരിക്കുകയാണ്. കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഫൈനലിലാണ് ഓസീസ് ഇന്ത്യയെ തോൽപ്പിച്ചത്. ഇപ്പോഴത്തെ ഇന്ത്യ സെമി ഫൈനലിൽ ഓസീസിനെ തോൽപ്പിച്ച് ഫൈനലിലേക്ക് എത്തിയിരിക്കുകയാണ്. ഓസ്ട്രേലിയ ടൂർണമെന്റിൽ നിന്ന് പുറത്തായിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഇന്ത്യ ഓസ്ട്രേലിയ മാച്ചിനെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ന് ഫസ്റ്റ് ബാറ്റ് ചെയ്തത് ഓസ്ട്രേലിയ ആയിരുന്നു. അവർക്ക് മോശം തുടക്കമാണ് ഇന്ന് ലഭിച്ചത്. ഇന്ത്യ തുടക്കത്തിൽ തന്നെ ഓസീസിന്റെ വിക്കറ്റ് നേടിയിട്ടുണ്ടായിരുന്നു. പിന്നീട് സ്മിത്ത് മികച്ച കളി പുറത്തെടുത്തു. സ്മിത്തിനെ പുറത്താക്കാൻ ഇന്ത്യ കുറച്ച് കഷ്ടപ്പെട്ടു. എങ്കിലും സ്മിത്ത് 71 റൺസിൽ ഔട്ടായി മടങ്ങി. പിന്നീട് ഓസീസിന്റെ വിക്കറ്റ് ചറപറ പോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ഇന്ത്യയുടെ ബൗളിംഗിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഓസ്ട്രേലിയൻ ടീമിന് സാധിച്ചില്ല. 49 ഓവറിൽ 264 റൺസിൽ ഓസ്ട്രേലിയ ഓൾ ഔട്ടായി. ഇന്ത്യ മികച്ച ബൗളിംഗ് ആണെന്ന് പുറത്തെടുത്തത്. പിന്നീട് ഇന്ത്യ സെക്കൻഡ് ബാറ്റിംഗിന് ഇറങ്ങി. ഇന്ത്യക്ക് ഇന്ന് നല്ലൊരു തുടക്കമല്ലായിരുന്നു ലഭിച്ചിട്ടുണ്ടായിരുന്നത്. രോഹിത് ശർമ്മ കുറച്ചു നേരം പിടിച്ചു നിന്നു. എന്നാൽ ശുഭ്മാൻ ഗില്ല് പെട്ടെന്ന് ഔട്ടായി. ഇതോടുകൂടി ഇന്ത്യ ഒന്ന് അടിപതറി. 2 വിക്കറ്റ് പെട്ടെന്ന് പോയിട്ടുണ്ടായിരുന്നു. എന്നാൽ കളി വിട്ടുകൊടുക്കാൻ വിരാട് കോഹ്ലി തയ്യാറായിരുന്നില്ല. കോഹ്ലി ഒരു അറ്റത്ത് നിന്ന് അടിച്ചു കളിച്ചു. ഓസീസിനെതിരെ കോഹ്ലി മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. കോഹ്ലിയുടെ ഒറ്റയാൾ പോരാട്ടമാണ് ഇന്ത്യൻ ടീമിന് വിജയം സമ്മാനിച്ചത്. കോഹ്ലിക്കൊപ്പം തന്നെ ശ്രേയസും ഒരു ഭാഗത്ത് അടിച്ചു കളിച്ചു. ഇതോടുകൂടി ഇന്ത്യയുടെ സ്കോർ ബോർഡ് കുതിക്കാൻ തുടങ്ങി. പിന്നീട് ശ്രേയസ് ഔട്ടായ ശേഷം വന്നത് അക്സർ ആയിരുന്നു. അക്സർ പുറത്തായപ്പോൾ രാഹുലാണ് കോഹ്ലിക്ക് നല്ലൊരു സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആരൗട്ടായാലും കോഹ്ലി കളി വിട്ടുകൊടുക്കാൻ ഒരുക്കമല്ലായിരുന്നു. പ്രതികാരം കോഹ്ലി തീർത്തിരിക്കുകയാണ്. ഇതോടുകൂടി ഇന്ത്യ കളി ജയിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫിയുടെ ഫൈനലിലേക്ക് എത്തിയിരിക്കുകയാണ്. ഓസ്ട്രേലിയ സെമിയിൽ പുറത്തായി. ഇന്ത്യൻ ആരാധകർ ആവേശത്തിലാണ്. ഇന്ത്യക്ക് ഉറപ്പായിട്ടും ഇപ്രാവശ്യത്തെ ചാമ്പ്യൻസ് ട്രോഫി സ്വന്തമാക്കാൻ സാധിക്കും. ഇന്ത്യ അത്രയും മികച്ച കളിയാണ് കാഴ്ചവെക്കുന്നത്, പ്രത്യേകിച്ച് ബൗളിംഗിൽ. ഓസ്ട്രേലിയയുടെ അഹങ്കാരം അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി ഫൈനലിന് വേണ്ടി കാത്തിരിക്കാം. ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.